എന്താ പറഞ്ഞുകൊണ്ടുവന്നത്? മറന്നുപോയാ? എന്താ പറഞ്ഞേ? അള്ളാഹു അറിയാം. വെളുത്തമണല നല്ല രസം. അത് അവസാന സ്വലാത്തിന്റെ കാര്യം പറഞ്ഞ വെളുത്തമണൽ പറഞ്ഞിരിക്കുക. എന്താ പറഞ്ഞുകൊണ്ടുവന്നത്? അത് തന്നെ അവസാന സീതര മാപ്പിള ഞാൻ നമ്മളെ ഉസ്താദ് ഞാൻ പറഞ്ഞല്ല, ഉസ്താദ് പറഞ്ഞ. അപ്പോ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു നോക്ക് കാണാൻ ഈ മഹാനായ അഹ്മദ് റിളാ തങ്ങളെ വഫാത്താകാനവരപ്പോ മക്കളെ വിളിച്ചുകൊണ്ട് പറയുന്നു, മക്കളെ എന്റെ കബർ കുഴിക്കുമ്പോ സാധാരണ കബറിന്റെ ആഴം പോരാ, മറിച്ചൊരാൾ എഴുന്നേറ്റ് നിന്നാ തലമുട്ടാൻ പാടില്ല, അത്രമാത്രം ആഴത്തിൽ എന്റെ കബർ കുഴിക്കണേ മക്കളെ. മഞ്ഞപ്പാറപ്പള്ളിയിൽ എത്ര കബർ കുഴിക്കണം? എത്ര ഉണ്ട് മഞ്ഞപ്പാറ? നമ്മളാരും മരിച്ചിട്ടില്ല, അതുകൊണ്ട് സോറി ഉസ്താദേ അല്ലേ. മഞ്ഞപ്പാറ ഭാഗത്തേക്ക് എത്രയാ മരിച്ചവരെ കൊണ്ട് അടക്കിയിട്ട് കണ്ടിട്ടില്ലേ? നമ്മൾ ഇറങ്ങാൻ പോകുമ്പോൾ ഉസ്താദെ അവിടെ കുറെ വയസ്സകാക്കന്മാരുണ്ട്, നമ്മളെ തള്ളിയിട്ട് അവരെ ഇറങ്ങുള്ളൂ സ്ഥിരം. അങ്ങനെ ഉണ്ട് നാട്ടിലൊക്കെ. അപ്പൊ മാറി കൊടുക്കാം, ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കണം അല്ലേ. സ്ഥിരം ഇങ്ങനെ കളിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ അധികാരം വിട്ട് പോവുകയില്ല, അങ്ങനെയൊക്കെ ആരും ചെയ്യും വേണ്ട. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അള്ളാഹു അവർക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ. ആരെങ്കിലും അങ്ങനെ ഈ നാട്ടിൽ ഉണ്ടെങ്കിൽ എന്നെ കുറ്റം പറയണ്ട. അപ്പോൾ കുഴപ്പമില്ല, കുറെ ആൾക്കാരെ പറയുന്നത് എന്നെ കുറിച്ച് പറഞ്ഞോട്ടെ, കുറെ കൂലി നമുക്ക് കിട്ടുമല്ലോ. എന്തായാലും പ്രിയമുള്ള സഹോദരങ്ങളെ, മനസ്സിലാക്കേണ്ട വസ്തുതയാ, ആ ഖബർ ഇങ്ങനെ ആഴത്തിൽ കുഴിക്കണം. ശിഷ്യന്മാർക്ക് സംശയമായി ഉസ്താദെ ഇതും പറഞ്ഞുകൊണ്ട് നാട്ടിൽ പോയ മഞ്ഞപ്പാറ പള്ളിയാനെ കുഴിച്ചപ്പോൾ അടിയൊന്നും ഒഴിച്ചാൽ മതി. കാരണം അല്ലെങ്കിൽ അവിടെ ഖബർ ഒഴിക്കാൻ സ്ഥലമില്ല, എന്നെ കുഴിച്ചാൽ വെള്ളം കാണൂടാ, കിണറിനെ പോലെ കുഴിക്കാൻ പറ്റും ഇവിടെ എന്ന് പറഞ്ഞത് ഓട്ടിക്ക്. അപ്പോ ഏതായിരുന്നാലും കാരണം എന്ത് എന്ന് ഉസ്താദിനോട് ചോദിച്ചപ്പോ ഉസ്താദ് പറഞ്ഞു, പ്രിയപ്പെട്ട മക്കളെ, ലോകത്തുള്ള ഓരോ മുസ്ലിമും മരണപ്പെടുമ്പോ അവനെ കബറിലേക്ക് കൊണ്ടുവയ്ക്കാറുണ്ടോ? കബറിലേക്ക് കൊണ്ടുവെക്കുമ്പോ രണ്ടാളുകൾ അവിടെ കടന്നു വന്നുകൊണ്ട് ചോദ്യം ചെയ്യാനുണ്ട്. ആരൊക്കെ വരുന്നേ? നമ്മൾ ആരും പിന്നെ വേറെ പേരറിഞ്ഞു കേട്ടോ, അവിടെ ആരും അള്ളാഹു ഭാഗ്യം കൊടുക്കട്ടെ, ജീവിതത്തിൽ പറക്കത്ത് ചെയ്യട്ടെ. വേറെ ആരെയും പേരറിഞ്ഞില്ല, അതുകൊണ്ടാണ്. ഇതിന്റെ പേര് സുഹൈൽ. അപ്പൊ കാര്യം എളുപ്പമായി. സുഹൈലിന്റെ അറിയാൻ എളുപ്പമായി. അപ്പൊ കാര്യം എളുപ്പമായി. അങ്ങനെ കവറിലേക്ക് നമ്മളെ സുഹൈലും ഹാരിസും കൂടെ വരും ജോയിൻ ചെയ്യും ഈ മഞ്ഞപ്പാറ ഏരിയ. പിന്നെ ആരാ? ജിബീലും മുക്കാലും കൂടെ. നമ്മളെ ബ്രഹ്മക്ലാസ് മുൻകറിനാക്കിയത് അവരെന്നെ. അപ്പൊ പിന്നെ ഇവിടെ എവിടെ ഇരിക്കുന്ന ആരാണ്? അയ്യേ പോയി. അപ്പൊ ശരിയായില്ല. ഏതായിരുന്നാലും മഹാനായ മുൻകർ നക്കീർ എന്ന മാലാഖമാര് കബറിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടോ മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക വമാ ഇമാമുക വമാ ഖിബ്ലതുക വമാ ഇഖ്വാനുക. എടോ മനുഷ്യ, നിന്റെ രമ്പാരാ, പ്രവാചകനാരാ, ഇമാമേതാ, കിതാബേതാ, നിന്റെ സഹോദരങ്ങളാരാണ്? ഇങ്ങനെ വിളിച്ചു ചോദിക്കുമ്പോ മഹാനായ ലോകം കണ്ട ആരംഭ റസൂലുള്ളാഹിന്റെ സലാം പറഞ്ഞാൽ അതെന്റെ ചെവി കൊണ്ട് മറക്കുന്നത് കേൾക്കാൻ കഴിയാതെ ഞാൻ ഉറങ്ങൂലാണ് പ്രഖ്യാപിക്കാൻ മാത്രം പ്രവാചക സ്നേഹോ മനസ്സിനകത്ത് രൂഢമൂലമായി മഹാനായ മറിവാകാമെന്നുള്ള പറയുകയാ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ലോകത്താര് മരിച്ചാൽ അവന്റെ കബറിലേക്ക് മാലാഖമാര് വന്നുകൊണ്ട് ചോദിക്കുമ്പോ അല്ലാഹു റബ്ബീ മുഹമ്മദ് നബി എന്നിങ്ങനെ ഓരോ ചോദ്യങ്ങൾക്കും അവനിങ്ങനെ അക്കമിട്ടോ എണ്ണി ഉത്തരം പറയുമ്പോ അവിടെ ഉത്തരം പറയാൻ പറ്റൂല്ലേ എനിക്ക് വിഷമമില്ല. നിങ്ങൾ പറയാ, ലോകത്തുള്ള പ്രവാചകന്മാരടക്കം മാലാഖമാരുടെ മുന്നിലോ മുട്ടി വിറച്ചുകൊണ്ട് ഉത്തരം പറയാ പറ്റൂലല്ലോ എന്ന് വിളിച്ച് മുട്ടിക്കരഞ്ഞു പോയെങ്കിലോ ലോകം കണ്ട പ്രവാചകനെ സ്നേഹിച്ചു പോയ റസൂൽ, പ്രവാചകനെ ജീവിതത്തിൽ സ്നേഹിച്ചു പോയ റസൂൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, മക്കള് ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റുമോ ഇല്ലേന്ന് എനിക്ക് പേടിയില്ല. ആയതേടിയില്ലെന്നാ പറയുന്നത്. കബറന്ന വീടുണ്ടല്ലോ പ്രിയമുള്ള മക്കള്, ഉസ്താദ് പറഞ്ഞോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ആ കബറന്ന വീടിലേക്ക് ആരെ കൊണ്ട് വെച്ചുപോയാൽ കബറും എടുക്കാൻ തുടങ്ങൂ. അതേത് പ്രവാചകനായാലും കൊള്ള, ലോകത്തിന്റെ
പോയ മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളായാലും കൊള്ളാം, ഏതെല്ലാം വലിയായാലും പ്രവാചകന്മാരായാലും ഖബറിലേക്ക് കൊണ്ടുവെക്കുമ്പോ രണ്ട് ഭാഗത്തുനിന്നും ആ ഖബറോ അവ്വലു മൻസിലും മിൻ മനാസിലില്ലാഹി ആഖിറത്തിലേക്കുള്ള ആദ്യത്തെ സങ്കേതമായ ആ ഖബറൊന്ന് എടുക്കാൻ തുടങ്ങുമത്രേ. പ്രവാചകന്മാരെടുക്കും, എല്ലാവരും എടുക്കും. പിന്നെ അവരെയൊക്കെ എടുക്കുമ്പോൾ ഖബറിന്ന് കുടുങ്ങി കാണിക്കുന്ന ചില ആളുകൾക്ക് പിന്നെ അതിന്റെ സ്വഭാവം കാണിച്ച് വിട്ടുകൊടുക്കും. ഇതൊക്കെയാണ് അതിന്റെ പ്രത്യേകത. എന്തായാലും ഖബറിന്ന് അനങ്ങാതിരിക്കില്ല, അത് വേറെ വിഷയം. ഏതായിരുന്നാലും അങ്ങനെ ഖബർ അവിടെ എന്നെ എടുക്കുമോ, എന്റെ വാരിയുള്ള പരസ്പരം കോർക്കുമോ എന്നോർത്ത് പൊട്ടിക്കരഞ്ഞു പോയ മഹാന്മാരായ സഹാബാക്കൾ. ഞാൻ നിങ്ങളുമല്ല അല്ലേ? മക്കൾക്ക് പുറത്തേക്ക് പോരാൻ മറ്റു വാങ്ങിക്കുന്ന ആളല്ല, മറിച്ച് സുഹാബത്ത് പൊട്ടിക്കരഞ്ഞു പോയി, അള്ളാന്റെ റസൂല് പൊട്ടിക്കരഞ്ഞു പോയി. എന്തിനേറെ പറയണം, മഹാനായ സഅദ് ഇബ്നു മുആദ് എന്ന പ്രിയപ്പെട്ട സഹോദരൻ, പ്രിയപ്പെട്ട സഹാബിയത, ബദർ യുദ്ധത്തിൽ റസൂലുള്ളാഹിയോടൊപ്പം പങ്കെടുത്ത സഹാബിയ, ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തു പോയ സഹാബിയ, അവസാനം ഖന്തക്കിന്റെ കിടങ്ങേറുമ്പോ റസൂലുള്ളാഹി തങ്ങളെ വിശപ്പ് കൊണ്ട് കല്ല് വയറ്റത്തേക്ക് കെട്ടിവെക്കുമ്പോ കൂട്ടത്തില് കല്ല് കെട്ടിവെച്ചുകൊണ്ട് റസൂലുള്ളാഹിയോടൊപ്പം പട്ടിണി കിടന്ന സഹാബിയ, അവസാനം യുദ്ധത്തിന്റെ തട്ടുകൊണ്ട് ഷഹീദാകുമ്പോ, ഷഹീദായി മരണമടയുമ്പോ സഅദിന്റെ മയ്യിത്തുണ്ടല്ലോ സഹോദരാ, ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകുമ്പോ റസൂലുള്ള പറയുന്നു, സ്വഹാബത്തേ സ്വഹാബത്തേ, ഈ സഅദ് ഭാഗ്യവാനാ, സഅദ് ഭാഗ്യവാനാ, സഅദിനെ കുളിപ്പിച്ചതല്ലാന്റെ മാലാഖമാരാ, സഅദിനെ ചുമക്കുന്നതല്ലാന്റെ മാലാഖമാരാ, സഅദിനെതാ ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോ 70,000 മാലാഖമാരോ സഅദിന്റേതായ മയ്യിത്തിന് അകപ്പടി പോകുന്നു. സ്വഹാബ, എത്ര മഹത്വമുള്ള മയ്യിത്ത! ആ സഅദിനെ ഖബറിലേക്കൊന്ന് കൊണ്ടുവച്ചിട്ട് ആരംഭ റസൂലുള്ളാഹി സ്വഹാബത്തും തിരിയാൻ പോകുമ്പോ സ്വഹാബത്ത് നോക്കുമ്പോ റസൂലുള്ള അവിടെ കുത്തിയിരിക്കുന്നു, എഴുന്നേൽക്കുന്നില്ല. സ്വഹാബത്തൊന്ന് ശ്രദ്ധിച്ചു നോക്കി, റസൂലുള്ളാഹിന്റെ മുഖമൊന്ന് ഇരുളടയുന്നു, ചുവപ്പുന്നു, റസൂലുള്ളാഹിന്റെ മുഖം വിവർണമാകുന്നു. സുബ്ഹാനല്ലാഹ്, എന്തോ പറ്റിയിട്ടുണ്ടല്ലോ. റസൂലുള്ളാഹിന്റെ കണ്ടറങ്ങളിലാൽ ഇറക്കാൻ തുടങ്ങി, കണ്ണുനീര് തുള്ളികൾ എടുക്കാൻ തുടങ്ങി. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുക്കൽ ഇരുന്ന് ചെല്ലാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, സ്വഹാബത്തും പോയി ഏറ്റുചൊല്ലി സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. സ്വഹാബത്തും ഏറ്റുചൊല്ലി കുറച്ചു കഴിയുമ്പോ റസൂലുള്ളാഹിന്റെ അവസ്ഥയെന്ന് പറയുന്നതുപോലെ സ്വഹാബത്തിനടക്കിയിട്ടുണ്ടോ? എത്രയോ സ്വഹാബിമാരെ ഖബറടക്കി പിരിഞ്ഞിട്ടുണ്ടോ? അവിടെയൊന്നും ആരംഭ റസൂലുള്ളാഹി ഇത്ര വേദനയോടെ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ. എന്ത് പറ്റിയ റസൂലുള്ളാഹി? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബ, സഅദിനെ ഖബറിലേക്ക് കൊണ്ടുവച്ചിട്ട് നമ്മളൊന്ന് മാറാൻ തുടങ്ങുമ്പോ സുബ്ഹാന ജല്ല ജലാലു, ആ ഖബർ രണ്ട് ഭാഗം കൊണ്ട് സഅദിനെ ഒന്ന് എടുക്കാൻ തുടങ്ങി. സ്വഹാബ, സഅദിന്റെ രണ്ട് വേറിയല്ലുകളും നിങ്ങൾ പരസ്പരം കോർത്ത് പോകുമോ എന്ന് പോലും ഭയപ്പെട്ടതോ. ആ വേദനയോട് ഞാൻ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവോട് തസ്ബീഹ് ചൊല്ല്, തഹ്മീദ് ചൊല്ല്, തക്ബീർ ചൊല്ല്, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ എല്ലാം ചൊല്ലിയപ്പോ ആ ഖബറങ്ങോ സഅദിനെ വിട്ടുകൊടുത്ത്. സഹാബ, ആ ഖബറിന്റെ പിന്നാലെ പുറത്തെത്തുമ്പോ സഅദ് രക്ഷപ്പെട്ടപ്പോഴാണ് എനിക്ക് സന്തോഷമായത്. എന്നെയും നിങ്ങളെയും ദീനിന്റെ അടിമകളല്ല. ദുനിയാവില് 10 രൂപ ദീനിന് കൊടുക്കുമ്പോ എന്റെ നേര് 10 വട്ടം പറയണമെന്ന് ആശിക്കുന്നവരല്ല. നാട്ടിലൊരു നല്ല കാര്യം വരുമ്പോ, നല്ലൊരു പള്ളി വരുമ്പോ, നല്ലൊരു പ്രസ്ഥാനം വരുമ്പോ ഇവിടെയുള്ള എന്റെ പ്രിയപ്പെട്ട റഹ്മാനിയ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഉദ്ഘാടന വേളയോടൊപ്പോ ആ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് മാറ്റിനേക്കാ സംഭാവന കൊടുക്കാൻ ഇവിടെ സംഘടിപ്പിച്ചത് ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളാ. അല്ലാഹുവേ, പ്രിയപ്പെട്ട ഹാരിസിന്റെ അതേ ചുറ്റുഭാഗത്തുമുള്ള സൈന്യങ്ങളാ. അല്ലാഹുവേ, അവരുടെ കുടുംബത്തിലിതുപോലെ ആരെവരോടും കൊടുക്കില്ലല്ലോ, ആരെവരോടും കൊടുക്കില്ലല്ലോ. നിങ്ങളാർക്കും ആരെവരോടും തരല്ലല്ലോ. ഇവിടെ പോയാലും ക്യാൻസറാ, ഇവിടെ പോയാലും അറ്റാക്കാ, എവിടെ പോയാലും ശരീരമാസകലം പൊട്ടി ഒലിച്ചുകൊണ്ടോ തുറന്നു കുത്തിക്കൊണ്ട് ചെറിയെടുക്കാ നരക ജീവിതമാ. കാക്കരെ പടച്ചവര്, കാക്കരെ വളർത്തവര്, ഞങ്ങൾക്ക് ആർക്കും അത്തരം ഒരു വേദനകൾ തരല്ലേ അല്ലാ. പരീക്ഷണം
കാര്യമല്ല ഞാൻ പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് വിഷമം വേണ്ട. എവിടെ പോയാലും ആരുടെയും മുതൽ നോക്കാതെ പറയാ. ഈ അടുത്ത് കൊല്ലം ജില്ലയിൽ ഈ സാധുപോലത്തോ ആരംഭ റസൂലുള്ളാഹിന്റെ ഹുദ് പറയുമ്പോ പിറ്റേ ആഴ്ച അതേ മജ്‌ലിസിലേക്ക് എനിക്ക് പോകുന്നപ്പോ ഇവിടെ കാലുകുത്തിയ റസൂലിന്റെ ഹുദ് പറഞ്ഞ സ്വലാത്ത് പറഞ്ഞാൽ കാലുകുത്തിക്കായെന്ന് പറഞ്ഞു. എന്നെ ഇരുട്ടുകളൊക്കെ ഭീഷണിപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. പക്ഷേ പിറ്റേ ആഴ്ച പോയ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല 4-5 മണിക്കൂർ രാത്രി 2 വരെ റസൂലിന്റെ ഹുദ് പറഞ്ഞ മടങ്ങുമ്പോ ഒരുത്തരം എന്റെ കാലിന്റെ കൂടെ മറിച്ചില്ല. ജീവിതത്തിന്റെ അവസാനം വരെ ആരും പറയാ അള്ളാഹുവേ സ്നേഹിച്ചുകൊണ്ട് മുസ്ലിനെ കാണോ. അള്ളാഹുവേ മരിക്കുമ്പോ മുസ്ലിനെ ഒന്ന് കണ്ടുപിടിക്കാം. അള്ളാഹുവേ മുസ്ലിന്റെ ദാനത്തിരിക്കാം. അള്ളാഹുവേ ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരുപാട് സദാസന്റെ കുടുംബത്തിലോ അതെല്ലാം അംഗമായവർക്കെല്ലാം ഭാഗ്യസ്ഥരുടെ അല്ല. പ്രിയമുള്ള സഹോദരി സഹോദര, നീരായി സുന്ദരമായ മഞ്ഞപ്പാറ പള്ളിയുടെ പരിസരത്തിൽ വിളിച്ചു കൂടുമ്പോ എത്രയോ തിമാഴ്ചകൾ ചെയ്തു പോയവരാ. ഞാനും നിങ്ങളും സ്റ്റേജിനെ പോലെ പവിത്രതയുള്ളവരല്ല, സ്റ്റേജിനെ പോലെ ഒരുപാട് ഗുണം ചെയ്തവരല്ല, പതിരിൽ പങ്കെടുത്തവരല്ല, ഉഹുദിൽ പങ്കെടുത്തവരല്ല, സത്യത്തിൽ പങ്കെടുത്തവരല്ല, ഇസ്ലാമിന് വേണ്ടി ഒരു നേരത്തെ പട്ടിണി പോലും നാം സഹിച്ചവരല്ല. പക്ഷേ അത്രയും പുണ്യമുള്ള സാഹിനെ കൊണ്ടുവെക്കുമ്പോ കബർ പോലും വിട്ടില്ല എങ്കിലോ ആരംഭ റസൂലുള്ളാഹിന്റെ പുണ്യപോലും സൈനവാനെ കൊണ്ടുവെക്കുമ്പോ കബറടുക്കുമ്പോ റസൂലുള്ള പൊട്ടിക്കരഞ്ഞു പോയില്ലേ, റസൂലുള്ള പൊട്ടിക്കരഞ്ഞു പോയല്ലോ. അതിനേക്കാൾ പുണ്യം നമുക്ക് ആർക്കാവുള്ളത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരെയും കബറിലേക്ക് വെക്കുമ്പോ കബറെടുക്കാതെ ഇല്ല ഉറപ്പാ. കബറിനെ എടുക്കണ്ടല്ലേ അല്ലാ. ഞങ്ങളുടെ കബറുകളെ കണ്ടെത്താറുള്ളപ്പോഴാണ് ഗ്രഹിക്കണേ അല്ല. മക്കളെ റസൂലുള്ളാഹിനെ സ്നേഹിച്ചോ, റസൂലുള്ളാഹിനെ സ്നേഹിക്കാതെ രക്ഷയില്ല. മഹാനായ അഹ്മദ് വാദങ്ങളോ ഞാൻ ഈ പറഞ്ഞ സ്വഹാബിയെ പോലും വെല്ലിക്കൊണ്ടോ മഹാനായ അഹ്മദ് പറയുന്ന മക്കളെ ഈ കബറിലതാ മന്ത്രപ്പുക്കാന്ന് ചോദിക്കുമ്പോ അല്ലാഹു റബ്ബിയുടെ ഉത്തരം പറയാൻ എനിക്ക് കഴിയുമോ എന്ന് അവനാദിയോട് വേദനിച്ചുകൊണ്ട് ലോകത്ത് കഴിഞ്ഞു പോയ ഔലിയാക്കളും അമ്പിയാക്കളും പൊട്ടിക്കഴിഞ്ഞു പോയല്ലോ. മഹാനായ അംഗീകരിച്ച് നടന്ന് ജീവിച്ചു പോയ മഹാനല്ല, ലോകത്ത് വേറെ എവിടെയെങ്കിലും ജീവിച്ച ആളല്ല. ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ ഇന്ത്യ രാജ്യത്തോ ജീവിച്ച് മരിച്ചുപോയി കബറിട നിൽക്കുന്ന മഹാനായ പറയുന്നോ പറയുന്ന മക്കള് കബറിലേക്ക് എന്നെ കൊണ്ടുവെക്കുമ്പോ എന്നോട് ചോദ്യം ചോദിക്കുമ്പോ ഉത്തരം പറയാൻ പറ്റുമല്ലേ എനിക്ക് സംശയമില്ല. ഉത്തരം പറയാൻ പറ്റുമല്ലേ എനിക്ക് മടിയില്ല, പേടിയില്ല, എനിക്കൊരു സംശയവുമില്ല. പക്ഷേ ഓരോ മനുഷ്യനെയും കബറിലേക്ക് കൊണ്ടുചെന്ന് വെക്കുമ്പോ ഈ ചോദ്യത്തിന്റെ അവസാനം ഒരു ചോദ്യമുണ്ടല്ലോ. ആ ചോദ്യം കടന്നു വരുമ്പോ എല്ലാ കബറിലേക്കും ഒരാളെ ഇങ്ങനെ കൊണ്ടുവെക്കോ. എന്നിട്ട് ഈ മനുഷ്യനെ കുറിച്ച് നിനക്കെന്താ പറയാനുള്ളതെന്നോ ഓരോ മനുഷ്യനോടും ഒരു ചോദ്യമുണ്ട് കബറില്. മഹാനായ ഇമാം ഗസാലി തങ്ങൾ ഒന്നുകൂടി കടത്തി പറയുമ്പോ കബറിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും കൊള്ളാം, പറഞ്ഞാലും ശരി തന്നെയാ, അവൻ രക്ഷപ്പെടില്ല. അവസാനത്തെ ഈ ചോദ്യത്തിന് ഒരാളെ കബറിലേക്ക് കൊണ്ടുവന്നിട്ട് ഇത് ആരാടോന്ന് ചോദിക്കുമ്പോ അത് ഇത് ആരാണെന്ന് പറയാൻ മറുപടി പറയാൻ കഴിഞ്ഞില്ലെങ്കിലോ അവൻ മുമ്പുള്ള ചോദ്യങ്ങൾ കാണാതെ പഠിച്ചിട്ടോ കോപ്പിയായി കബറിലേക്ക് കൊണ്ടുപോയിട്ടോ ഇനി പറയാനുള്ള ഭാഗ്യം വരട്ടെ എന്ന് തന്നു പറഞ്ഞാലോ രക്ഷയുള്ള സഹോദരാ, രക്ഷയില്ല. ഇമാമതങ്ങൾ പറയുകയാ ലോകത്തിന്റെ നവോത്ഥാന നായകര് ഇമാം
പറയുന്ന മക്കളെ, അവസാനം എല്ലാ ഓരോ കബറിലേക്ക് ആരംഭ റസൂലുള്ളാഹിനെ കൊണ്ടുവരുമത്രേ. റസൂലുള്ളാഹിന്റെ ഫോട്ടോ എന്ന അഭിപ്രായമുണ്ട്, റസൂലുള്ളാഹിനെ തന്നെ കൊണ്ടുവരുമെന്ന അഭിപ്രായമുണ്ട്. ആ കബറിലേക്ക് റസൂലുള്ളാഹിനെ കൊണ്ടുവരുന്നിട്ടോ ഇത് ആരാണെന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോ ആദാ റസൂലുള്ളാഹ്, ആദാ നബിയുള്ളാഹ്, ആദാ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി റസൂലുക വഹബീബുക. പടച്ചവനെ, ഇത് മുത്തുനബിയല്ലേ എന്ന് സന്തോഷത്തോടെ പറയാൻ കഴിയണമെങ്കിലോ മഞ്ഞപ്പാറ ഒരുമിച്ച് കൂടിയ യുവാക്കളെ, ചെറുപ്പക്കാരായ എന്റെ ഉപ്പമാരെ, നരച്ചവരില്ലേ, കറുത്തവരില്ലേ, അല്ലാ കുഞ്ഞുമക്കളില്ലേ, സഹോദരിമാര്, എന്റെ പൊന്നു സഹോദരിമാര്, അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കാണാൻ ഖബറിനകത്ത് പറയാൻ നിനക്ക് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? നിന്റെ ഉറക്കറകളിലെല്ലാം പാതിരാവിലെ സന്ധ്യമയം കൊണ്ട് സമയം മുതലോ സുബഹി വരെയായാലും വിദേശത്തുള്ള ഭർത്താവിന്റെ ഫോറോ രാത്രി 2-3 മണിക്ക് സമയം കഴിഞ്ഞ് നെറ്റിൽ വിളിക്കുമ്പോ അതുവരെ കുത്തിയിരിക്കുന്ന സമയമല്ല തീനിന്റെ മുന്നിൽ ചെലവാക്കുമ്പോ ആ റസൂലുള്ളാഹിനെ കാണാൻ പറ്റുള്ളൂ. നീ മോഹിക്കുന്നുണ്ടോ? മോഹിക്കണ്ട പൊന്നേ, മോഹിക്കണ്ട. കേരളിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരാ, രാത്രി 10 മണിയായാലും 11 വീട്ടിൽ കയറാതെ നാട് കണ്ട് കലിക്കിന്റെ പുറത്തിരുന്ന് സമയം കൊള്ളുന്ന ചെറുപ്പക്കാരാ, നീ റസൂലുള്ളാഹിനെ കബറിലേക്ക് കൊണ്ടുവരുമ്പോ ആദാ റസൂലുള്ളാഹി എന്ന് പറയാൻ എനിക്ക് കഴിയണോ? റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് കാണണ്ടേ? കണ്ടാലല്ലേ മുത്ത് റസൂൽ എന്ന് പറയാൻ പറ്റൂ. അല്ലാഹുവേ, നമുക്കെല്ലാം ആ ഭാഗ്യം തരണേ അല്ലാ. ആരംഭ റസൂലിനെ കാണാൻ ഭാഗ്യം തരണേ അല്ലാ. അങ്ങനെ കണ്ട് അത് റസൂലുള്ളാഹി തങ്ങളാണെന്ന് പറയുമ്പോ ഉത്തരം പറഞ്ഞാലും അവൻ എഴുതപ്പെടും. പറഞ്ഞില്ലേ, റസൂലുള്ളാഹിനെ പറഞ്ഞില്ലേ, മുമ്പുള്ള ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാലും അവൻ പരാജിതനായി പോയി. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ വിഷയം ഇവിടെയുമല്ല. ഇവിടെയൊക്കെ മഹാന്മാരെ പേടിയാ. പക്ഷെ അഹമ്മദ് കണ്ണങ്ങൾ പറയുന്ന ഇവിടെയൊന്നുമില്ല. മക്കളെ എന്റെ ഖബറിലേക്ക് കൊണ്ടുവരുമ്പോൾ ചോദിച്ച് ഉത്തരം പറയാൻ പറ്റുമെന്നല്ല. റസൂലുള്ളാഹിനെ കൊണ്ടുവരുമ്പോൾ റസൂലുള്ളാഹി തങ്ങളാണെന്ന് പറയാൻ പറ്റുന്നില്ല. റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിന്റെ 30 കൊല്ലം തുടർച്ചയായി കണ്ട അഹമ്മദ് കടി ഉറപ്പാ. പക്ഷേ ആ ഹുബ്ബ് നോക്കി മഹാനായ അഹമ്മദ് തങ്ങൾ പറയുന്ന മക്കളെ, ഓരോ രാത്രിയും ഞാൻ സ്വലാത്തിൽ കൊണ്ട് കിടന്നുറങ്ങുമ്പോ എന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് എന്റെ കണ്ണിന് കുളിർമ തന്ന നബിയാ, എന്റെ മനസ്സിന് ആനന്ദം തന്ന നബിയാ. ഒരു വേള ഞാൻ റൗദത്തേക്ക് കടന്നു ചെല്ലുമ്പോ നീണ്ട 16 ദിവസം റൗദത്തിന് ചുറ്റും തെണ്ടി വളർന്നിട്ടോ 17ാമത് ദിവസം റൗദയുടെ വാതിലിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ടോ യാ റസൂലല്ലാഹ്, നീണ്ട 16 ദിവസത്തോളം മദീനത്തിന്റെ റൗദയുടെ മുന്നിലോ ഇതിന് ചുറ്റും തെണ്ടി നടന്നിട്ട് നബിയേ, എന്നെ ആരും മൈൻഡ് ചെയ്തില്ലല്ലോ എന്ന് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യുമ്പോ റൗദയുടെ കവാടം തലയ്ക്ക് തുറന്നിട്ട് അഹമ്മദ് ആരെ ചുംബിച്ചു പോയ പുന്നാറ നബിയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കള്, സഹോദരിമാരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോ. ഞാൻ നിർത്തുന്നു. അഹമ്മദ് തങ്ങൾ പറയുകയാ, മക്കളെ, റസൂലുള്ളാഹിനെ എന്റെ ഖബറിലേക്ക് കൊണ്ടുവരുമ്പോ അത് ഖബറിലെ മലക്കുകൾ ചോദ്യത്തിനായി എഴുന്നേറ്റിരുത്തുമല്ലോ. അപ്പോൾ എന്റെ തല ആ പലകയിൽ കെട്ടാതെ എഴുന്നേറ്റിരുത്തിക്കൊണ്ട് മലക്കുകൾ ചോദ്യം ചോദിക്കുമ്പോ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റോ ഇല്ലേ എനിക്ക് പ്രശ്നമല്ല. മലക്കുകൾ എണീറ്റിരുത്തിയാൽ ഇരിക്കാൻ ഞാൻ തയ്യാറാ. പക്ഷേ എന്റെ റസൂലുള്ളാഹിനെ ഖബറിലേക്ക് കൊണ്ടുവരുമ്പോ മുൻകരുതീരല്ല ലോകത്തിന്റെ സർവമാലാകമാരും കിടന്നു വന്നിട്ടോ എന്നെ ഖബറിലേക്ക് എഴുന്നേറ്റിപ്പിച്ചിരുത്തിയ ഇരിക്കാൻ അഹമ്മദ് തയ്യാറല്ല. ഖബറിൽ കിടക്കാൻ അഹമ്മദ് തയ്യാറല്ല. മറിച്ച് എന്റെ പുന്നാരൻ നിമിഷങ്ങളോ റൗളയിൽ പോയപ്പോ എന്നെ കെട്ടിപ്പിടിച്ച എന്റെ നിമിഷങ്ങളോ ഞാൻ ഒരുപാട് കൊടുത്തു സ്വലാത്ത് ചൊല്ലിയപ്പോ എന്റെ രാത്രികളിൽ എന്റെ റൂമിനകത്തേക്ക് വന്നിട്ടോ എന്നെ ആലിംഗനം ചെയ്തു പോയ പുന്നാരമൊക്കെ എന്റെ അടുത്തേക്ക് ഖബറിൽ കൊണ്ടുവന്നാൽ ലോകത്തുള്ള എല്ലാ
ആബിദന്മാര് മൗലിയാക്കളവർക്ക് വേദനയോടെ പൊട്ടിക്കരച്ചുകൊണ്ട് പടച്ചവരെ ഖബറിൽ നിന്നും രക്ഷപ്പെടുത്തണേ വിലപിക്കുമ്പോഴും വിധങ്ങളോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു മക്കളെ എപ്പോ ആഗ്രഹിച്ചാൽ എടുത്തു വരാറുള്ള എന്റെ പുന്നാര നബിയുണ്ടല്ലോ, എന്റെ ഉമ്മയെക്കാൾ എനിക്ക് ഇഷ്ടമുള്ള എന്റെ ഭാര്യയുടെ മാറക്കമ്മിഞ്ഞ പാലുണ്ടി കുടിച്ചുകൊണ്ട് കിടക്കുന്ന പൊന്നുമകനേക്കാളും എനിക്കിഷ്ടമുള്ള ലോകത്തെന്തിനേക്കാൾ ഞാൻ സ്നേഹിക്കാൻ ബാധ്യസ്ഥനായ എന്റെ ഹബീബിനെ എന്റെ ഖബറിലേക്ക് കൊണ്ടുവരുമ്പോ പ്രിയപ്പെട്ട മക്കള് ചോദ്യത്തിന് വേണ്ടി മാരാകമാരെന്ന് എഴുന്നേറ്റിലെത്തുമ്പോ അവിടെ ഇരിക്കാൻ കിട്ടൂല. ജീവിതത്തിൽ ഒരുപാട് എന്നെ സന്തോഷിപ്പിച്ച എന്നെ പുന്നാര നബിയ ഖബറിലേക്ക് വരുമ്പോ അഹമ്മദിലാക്കി കിടക്കാൻ പറ്റൂല. റസൂലുള്ളാഹിന്റെ ശരീരമാ ഖബറിലേക്ക് വരുമ്പോ എഴുന്നേറ്റ് നിന്നുകൊണ്ട് റസൂലുള്ളാഹിനെ ആദരിക്കാ. എന്റെ ജീവിതത്തിൽ സ്വപ്നം തന്നുപോയാ, എത്രയോ ആവർത്തി നേരിൽ കണ്ടുപോയാ എന്റെ പുന്നാര നബി തങ്ങളെ ഖബറിലേക്ക് കൊണ്ടുവരുമ്പോ ആ ഖബറിൽ എനിക്കൊന്ന് എഴുന്നേറ്റ് നിന്നിട്ട് എന്റെ പുന്നാര നബിയെ ഒന്ന് ആദരിക്കാ. ഇതെന്റെ റസൂലാന്ന് മറുപടി പറയാനല്ല മക്കള്. എന്റെ പ്രിയമുള്ള സഹോദര, മനസ്സിന്റെ സ്നേഹം നോക്കണോ. പറയുന്നതെന്താ? റസൂലുള്ളാഹിനെ ഖബറിൽ കൊണ്ടുവരുമ്പോ ജീവിച്ചിരിക്കുമ്പോഴല്ല, നിന്റെ വീടിന്റെ ഉമ്മറപ്പടിയിൽ വരുമ്പോഴല്ല, മരിച്ചു മയ്യത്തായി റൂഹില്ലാതെ ഖബറിൽ കിടക്കുമ്പോ റസൂലുള്ളാഹിനെ കൊണ്ടുവരുമ്പോ എനിക്കോ ഖബറിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ടോ എന്റെ മുത്തുനബിയെ, എന്റെ സ്നേഹനബിയെ, എന്റെ പുണ്യനബിയെ എനിക്കൊന്ന് സ്നേഹിക്കണോ, എനിക്കൊന്ന് ആദരിക്കാൻ കഴിയണം മക്കള്. അതിനു വേണ്ടിയാ എന്റെ ഖബറൊന്നോ ഒരാൾക്ക് എഴുന്നേറ്റ് നിന്നാ തലപറ്റാത്ത ഭാഗത്തോ ആഴത്തിൽ കുഴിക്കണമെന്ന് പറഞ്ഞു ആ മഹാനായ തങ്ങളെ പറഞ്ഞു കൊടുക്കുമ്പോ എന്റെയും നിങ്ങളുടെയും ഹജ്ജും ഉംറയും പ്രവാചക പ്രേമവും ഒക്കെ എവിടെയാണ്? അവിടെയാണ് നാം മാറ്റിവെക്കേണ്ടത്. ഖബറിൽ പോകുമ്പോൾ ഉത്തരം പറയാൻ പറ്റുമോ ഇല്ലെന്ന് ചോദിച്ചിട്ട് വാവിട്ട് നിലവിളിച്ചുകൊണ്ട് പൊട്ടിക്കറിയുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിലേക്ക് വരുമ്പോഴും എനിക്ക് എഴുന്നേറ്റ് എനിക്ക് ആദരിക്കാൻ കഴിയണമെന്ന് പറയാൻ, ആ ഒരു മനസ്സിന്റെ പ്രവാചക പ്രേമം കൊണ്ട് മാറ്റുരയ്ക്കാൻ, അത് നമ്മുടെ മനസ്സിൻ്റെതായ തിരുമ്പുകളെല്ലാം ആലക്കെത്തുന്നു സുന്ദരമാക്കിയുള്ള ചെത്തിമിനിക്ക് മൂർച്ചയുള്ളതാക്കാൻ ഈ രാത്രി ഉപകാരമുണ്ടോ എന്റെ പൊന്നുമങ്ങളെ? ഞാൻ നിർത്തുന്നു. നമ്മുടെ ഉസ്താദ് ഓർമ്മപ്പെടുത്തിയ പോലെ ആദ്യത്തെ കാര്യമെന്ന് പറയുക, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതറിയാതെ ഓൾറെഡി 77,000 അല്ലേ? 77,777 ഇത്രയും രൂപ ആ സഹോദരിയുടെ ചികിത്സ ആവശ്യാർത്ഥം കൊടുക്കാൻ നമ്മുടെ എന്തായാലും പേര് റഹ്മാനിയ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചുണക്കുട്ടരായ മുത്തറസൂലിന്റെ പ്രവാചക പ്രേമികൾ തീരുമാനിച്ചിരിക്കുന്നു. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അതിനുവേണ്ടി ഒരു നയാ പൈസ കൊണ്ടെങ്കിലും സഹായിച്ച എല്ലാവരെയും അല്ലാഹു അർഹമായ നിലയിൽ പരിഗണിക്കുമാറാകട്ടെ. ആരംഭ റസൂലുള്ളാഹിന്റെ ആ കാഴ്ച കൊണ്ട് റുഇയത്ത് കൊണ്ട് ആനന്ദം കൊള്ളാൻ അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ ബക്കറ്റ് വല്ലതും ഉണ്ടോ? ബക്കറ്റ് കൊണ്ടുവരുന്നവരുടെ സംഭാവന പിന്നെ ഞാൻ ചോദിക്കുമ്പോൾ പറഞ്ഞോട്ടെ. ഇത് കഴിഞ്ഞു പോയി. അപ്പോ അല്ലാഹുവിന്റെ റസൂൽ പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ ഖബറിൽ നിന്ന് രക്ഷപ്പെട്ടു, ഹിസാബിൽ നിന്ന് രക്ഷപ്പെട്ടു, മഹ്ശറിൽ നിന്ന് രക്ഷപ്പെട്ടു, മീസാനിൽ നിന്ന് രക്ഷപ്പെട്ടു, സിറാത്തിൽ നിന്ന് രക്ഷപ്പെട്ടാലും രക്ഷപ്പെടാൻ പറ്റില്ല. അവസാനം സ്വർഗത്തിന്റെയും സിറാത്തിന്റെയും ഇടയ്ക്ക്, സ്വർഗത്തിന്റെയും നിന്റെയും ഇടയ്ക്ക് ഒരു മുഴം, ഒരു ദിറാ ആണ് എങ്കിലും നീ വിശ്വസിക്കരുത് സ്വർഗത്തിൽ കടന്നു. ഇനി സ്വർഗത്തിലേക്ക് ഒരു കാലെടുത്ത് കുത്തിയാലും നിനക്ക് വിശ്വസിക്കാൻ വകയില്ല. 2 കാലം സ്വർഗത്തിൽ ഉറപ്പിച്ചിട്ടല്ലാതെ നമ്മൾ സ്വർഗത്തിൽ കടന്നു എന്ന് പറയാൻ പറ്റില്ല. എവിടെയാണ് നന്മയുടെയും തിന്മയുടെയും ആ ഒരു അന്തരം അല്ലേ? 2 കാലം സ്വർഗത്തിൽ ഉറപ്പിച്ചിട്ടേ നമ്മൾ എല്ലാ പ്രവൃത്തിയും സ്വർഗത്തിന് വേണ്ടി ചെയ്തു. അവസാനം ഒരു കാല് കുത്തി അടുത്ത കാല് വയ്ക്കാൻ കഴിഞ്ഞ് നരകത്തിൽ ഉറപ്പാണ്. അപ്പൊ അതുകൂടി ഉറപ്പിക്കാൻ കഴിയണം. അല്ലാഹു ഭാഗ്യം വരട്ടെ. മഹാനായ മുത്തറസൂൽ
ഈ സിറാത്ത് എന്ന പാലം, ഈ 5 ഘട്ടങ്ങൾ, സ്വർഗവും ഈ ഖബറും മീസാനും ഹിസാബും എല്ലാം കഴിഞ്ഞു വന്നാലും അവസാനം സിറാത്ത് എന്ന പാലത്തിൽ ഒരു കുടുക്ക് കുടുങ്ങും. സ്വഹാബത്തിനോ ഈ അഫ്വാൻ റസൂൽ വല്ലാതെ പേടിപ്പിച്ചിട്ടുണ്ട്. ആ സിറാത്തിൽ കയറുമ്പോൾ നിസ്സാരമായ ഒരു സംഗതിക്ക് പോലും, എന്നിട്ട് അഫ്വാൻ റസൂൽ ഒരു കഥ പറഞ്ഞു കൊടുത്ത സ്വഹാബത്തിന്, ഒരു ആരിഫായ മനുഷ്യൻ സിറാത്തിൽ കയറിയപ്പോൾ ചുരുക്കി പറയാ സിറാത്ത് കിടന്ന് കുലുങ്ങാൻ തുടങ്ങി. നരകത്തിന്റെ മലക്കുകൾ വന്ന് കൊളുത്തിട്ട് വലിക്കാൻ തുടങ്ങിയപ്പോൾ ഇയാളെ പിടികിട്ടുന്നില്ല. മാലിക് എന്ന മലക്ക് നോക്കുമ്പോൾ അയാൾ എന്തോ പുണ്യം ചെയ്ത ആളാണെന്ന് മനസ്സിലായി. ഇങ്ങോട്ട് വന്നിട്ട് ഇയാളുടെ കൈയുടെ മടക്കിൽ നിന്നും ഒരു മാംസം ചൂടെടുത്ത് നരകത്തിലേക്ക് ഇറങ്ങി. അപ്പോ പിന്നെ സിറാത്ത് എന്ന പാലം കുടുങ്ങിയില്ല, അയാൾ സുഖമായിട്ട് കടന്നുപോയി. എന്നിട്ട് സ്വഹാബത്തിൽ ചോദിച്ച റസൂലുള്ളാഹി, അയാൾ അത്ര വലിയ പാപിയായിരുന്നു എന്ന് പറഞ്ഞാൽ ഖബറും കഴിഞ്ഞ്, മഹ്ശറും കഴിഞ്ഞ്, ഹിസാബും കഴിഞ്ഞ്, മീസാനും കഴിഞ്ഞ്, അവസാനം സിറാത്ത് കഴിഞ്ഞപ്പോൾ സർവ്വമാണല്ലോ. അപ്പോൾ സിറാത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കുടുംബം അത്ര വലിയ പാപിയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, നല്ല മനുഷ്യൻ ആരിഫായിരുന്നു, അള്ളാഹിന്റെ ആരിഫായിരുന്നു, ജീവിതത്തിൽ ഒരു കറാഹത്ത് ചെയ്തിട്ടില്ല, ഒരു കുറ്റം പറഞ്ഞിട്ടില്ല, ആരെയും തെറി പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല, വളരെ മനുഷ്യനാ. പക്ഷേ അയാളുടെ ജീവിതത്തിൽ അറിയാണ്ട്, ജീവിതത്തിന്റെ നെട്ടോട്ടത്തിൽ ഒരു കടയിൽ കയറിയിട്ട് അറിയാണ്ട് ഇങ്ങനെ പഴയ കാലത്ത് ഗോതമ്പോ യവോ അങ്ങനെ ആണെങ്കിലും, നമ്മളെയൊക്കെ മഞ്ഞപ്പാടാണെങ്കിൽ എന്താ സുലൈകാരി, സുലൈകാരി, കറുത്ത സുലൈകാരിയാണ്, വെളുത്ത സുലൈകാരിയാന്ന് നോക്കട്ടെ, കറുത്താണെങ്കിൽ പെണ്ണുമുള്ള വീട്ടിൽ കേട്ടില്ല. അപ്പൊ അതിങ്ങനെ വാരി ഇങ്ങനെ നോക്കുമ്പോ അതിങ്ങനെ നോക്കിയിട്ട് തിരിച്ചിട്ടപ്പോ ഇദ്ദേഹം അറിഞ്ഞില്ല, സാറ് ഒരരി അറിയാണ്ട് ഒട്ടിപ്പോയി ഉള്ളം കയ്യിൽ. അതങ്ങോട്ട് നടന്നു പോയപ്പോൾ പോവുകയും ചെയ്തു. അറിയാതെ ആ പറ്റിപ്പോയ ഒരബദ്ധം അയാളുടെ കയ്യിലിരുന്നു. അത് കാരണം സിറാത്ത് പാലം കുടുങ്ങിപ്പോയി എന്ന് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വഹാബത്ത് പൊട്ടിക്കരഞ്ഞു പോയി. കാരണം ഈ ഖബറിന്റെയൊക്കെ വേദനകൾ അറിയുന്ന സ്വഹാബത്തുള്ള, നരകത്തെ പറഞ്ഞാൽ പോലും പൊട്ടിക്കരയാത്ത, മൈൻഡ് ചെയ്യാത്ത ഉസ്മാനുൽ അഫ്ഫാൻ തങ്ങൾ ഖബർ കാണുമ്പോൾ കുടുകുടേ കരയുമായിരുന്നു. സ്വഹാബത്ത് ചോദിക്കുമ്പോൾ ഖബറിലെ അവസ്ഥകൾ വല്ലാത്ത, ഇത് രക്ഷപ്പെട്ടാലെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ എന്നോർത്ത് പൊട്ടിക്കരഞ്ഞു പോയി. അങ്ങനെ അറിയുന്ന സ്വഹാബത്ത് പൊട്ടിക്കരഞ്ഞു. കാരണം ഇത്രയൊക്കെ താണ്ടി വരുന്ന പാട് വല്ലാത്ത പാടാ. അത് കഴിഞ്ഞ് സിറാത്തിലെത്തുമ്പോഴും ഇങ്ങനെ ഉണ്ടോ? റസൂലുള്ളാഹി ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞാൽ, മോനെ, നിന്റെ മനസ്സിന്റെ ഒരു നാരി അല്ലെങ്കിൽ ഒരു തരിയെങ്കിലും മോശമുണ്ട് എങ്കിൽ അത് സിറാത്തിൽ പ്രകടമാകുമെന്നാലും റസൂലുള്ളാഹി. അല്ലാഹു രക്ഷിക്കട്ടെ. അങ്ങനെ സ്വഹാബാക്കളെ പേടിച്ച് നിൽക്കുമ്പോഴാണ് ഒരു ദിവസം മദീനത്തിന്റെ പള്ളിയിൽ നിന്നും ഒന്ന് റസൂലുള്ളാഹി ഒന്ന് ഉച്ചമയക്കത്തിൽ കഴിഞ്ഞിട്ട് പതുക്കെ സന്തോഷത്തോടെ ചാടി എഴുന്നേറ്റ് ഓടി വരിക. സ്വഹാബത്തെ ഓടി വരിക. അടുത്ത് വെച്ച് എന്നിട്ട് സ്വഹാബത്തിന് പറഞ്ഞു, സ്വഹാബ, ഞാൻ ഈ മദീനത്തിന്റെ പള്ളിയിൽ നിന്ന് ഉറങ്ങുന്ന സന്ദർഭത്തിൽ എനിക്ക് ഒരു സ്വപ്നം കാണിച്ചു തന്നു അല്ലാഹു, സിറാത്ത് എന്ന പാലം. ഞാൻ ആ സിറാത്ത് എന്ന പാലത്തിലേക്ക് എന്നെ കണ്ണുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോ ആ സിറാത്തിലൂടെ ഒരു മനുഷ്യനതാ നടന്നു പോകുന്നുണ്ട്. സിറാത്ത് പാലം കരുകരെ വിളിക്കുന്നുണ്ട്. ആ മനുഷ്യന് സിറാത്തിലൂടെ കടന്നു പോകാൻ കഴിയുന്നില്ല സ്വഹാബ. ആ മനുഷ്യൻ സിറാത്തിലൂടെ വിറച്ച് മടക്കുമ്പോ ഞാൻ വേദനയോടെ നോക്കുമ്പോൾ എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു സഹോദരനാ. എന്നെയും നിങ്ങളുമാണോ? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്റെ ഉമ്മത്തിലുള്ള ഒരു സഹോദരനാ കടന്നു പോകുന്നത്. ഞാൻ വേദനയോടെ എന്റെ കണ്ണുകളും മറച്ചുപോയി. രണ്ടാമത് എന്റെ കണ്ണ് തുറക്കുമ്പോ നിറച്ച് സിറാത്തിലൂടെ മടന്നുപോയ മനുഷ്യനോ അതാ വേച്ചിലേക്ക് മടക്കുന്നുണ്ടോ, സിറാത്ത് കിരുകിലാ മടക്കുന്നുണ്ട്. സിറാത്തിലൂടെ മടക്കാൻ കഴിയാതെ വേച്ചിലേക്ക് മടക്കുന്നു. മൂന്നാമത് ഞാൻ എന്റെ കണ്ണ് തുറക്കുമ്പോ സുബ്ഹാനല്ലാഹ്, സിറാത്തിലൂടെ മടക്കാൻ കഴിയാതെ, ഓടാൻ കഴിയാതെ, വിറച്ചു പോലും മുടന്തി പോലും നടക്കാൻ കഴിയാതെ സിറാത്ത് എന്ന പാലത്തിലൂടെ മുറ്റുകുത്തി ഇഴയുകയാ. ഒന്നുകൂടി വേദനയോടെ ഞാനൊന്ന് ശ്രദ്ധിക്കുമ്പോ സ്വഹാബത്തെ, ആ സ്വഹാബയുണ്ടല്ലോ, ആ സിറാത്തിലെ മനുഷ്യനുണ്ടല്ലോ, ഏത് നിമിഷം സിറാത്തിലേക്ക് താഴോട്ട് വീണേക്കാം. സിറാത്തിലൊന്നും നിശ്ചലമായി സഞ്ചരിക്കാൻ അവന് കഴിയുന്നില്ല. ഞാനൊന്ന് വേദനയോടെ കണ്ണടച്ചിട്ടോ അവൻ അതാ സിറാത്തിൽ നിന്ന് നരകത്തിലേക്ക് വീണുറപ്പിച്ചു പോയി. കാരണം നരകത്തിന്റെ മുകളിലൂടെ നാട്ടപ്പെട്ട പാലമാ സിറാത്തു. സിറാത്തിന് കാലുകളില്ല, നരകമല്ലാതെ മറ്റൊരു സ്ഥാനമില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആ സിറാത്തിൽ നിന്ന് എഴുതിക്കൊണ്ടോ നേരെ നരകത്തിലേക്ക് വീഴുമെന്നുറപ്പായപ്പോ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കാണന്റെ കണ്ണുകള് 4 പ്രാവശ്യവും അടച്ചു സ്വഹാബ. 4ാമത് ഞാൻ തുറന്നു നോക്കുമ്പോ റസൂലുള്ള പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു, സ്വഹാബ, 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 സിറാത്തീന നരകത്തിലേക്ക്
എടുക്കാൻ മനുഷ്യൻ വരാൻ തുടങ്ങുമ്പോ വാനലോകത്തിൽ നിന്നുമോ വലിയൊരു പ്രകാശമോളോ ഞാൻ നോക്കുമ്പോ സ്വർഗത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു പ്രകാശമോളം മുഴുണ്ട് വന്നിട്ടോ ഈ മനുഷ്യനെ ആശകരമൊന്ന് പൊതിയുന്നു. എന്നിട്ട് അവന്റെ ഇരു കരങ്ങളും പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. എന്നിട്ടതാ സിറാത്തെന്ന പാലം കടത്തി സ്വർഗത്തിലേക്ക് കടത്തിവിടുന്നു. സുഹാബ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, സിറാത്തിലൂടെ വടക്കാൻ കഴിയാതെ ഏത് നിമിഷവും നരകത്തിന്റെ കുണ്ടിലേക്ക് ആവതിക്കുമെന്നായ ആ മനുഷ്യനെ കൊണ്ടുകൊണ്ട് കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ടോ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയ പ്രകാശനേതാ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സലാത്തൊക്കെ മുടങ്ങും. ആ പ്രകാശമേതാ ആ സിറാത്ത് എന്ന പാലത്തിൽ നിന്ന് രക്ഷപ്പെട്ടു കൊണ്ടുപോകാനുള്ള ആ ഒരു പ്രകാശമേതാ? അള്ളാഹു റസൂലിനോട് ചോദിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞൊരു മറുപടി അത് പറഞ്ഞതിന് മുമ്പ് ഈ പരിശുദ്ധമായ മജ്‌ലിസിലേക്ക് നിങ്ങൾ എല്ലാവരും കൊടുത്തവരാണെന്നറിയാം. എങ്കിലും സമാപനത്തിന്റെ ദുആന മജ്‌ലിസിൽ സ്വലാത്ത് ചൊല്ലിയിട്ടല്ലാതെ ഒറ്റ മനസ്സിലേക്കുന്നവരുണ്ട്. അള്ളാഹു നമ്മുടെ മജ്‌ലിസ് കിതാബത്തുള്ള മജ്‌ലിസാക്കുമാറാകട്ടെ. ഒരു പക്ഷേ ഇതുപോലുള്ള മജ്‌ലിസ് അടുത്ത വർഷം ഞാൻ ഉണ്ടാവൂല്ലെന്നറിയില്ല. ഇവിടെ ആരാ വികാസം വരണമെന്നും അറിയില്ല. ഏതായിരുന്നാലും അള്ളാഹു നമ്മളെ ഒരുപാട് ലഭിച്ച കൂട്ടത്തെ നമ്മുടെ ഈ കൂടുന്ന മജ്‌ലിസുകൾ കിതാബത്തുള്ള മജ്‌ലിസാക്കുമാറാകട്ടെ. അവസാനം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ എത്ര അത്ഭുതങ്ങളാണ് അള്ളാഹു തന്നത്. എന്തിന്റെ ബറക്കത്ത് കൊണ്ട്? നമ്മുടെ ആരെയും ബറക്കത്ത് കൊണ്ടല്ല, സ്വലാത്തിന്റെ മുത്ത് റസൂലിനെ പ്രിയം വെച്ചുകൊണ്ട് സ്വലാത്ത് ചൊല്ലും, അതിന്റെ ബറക്കത്ത് കൊണ്ട് മാത്രം. എത്രയാ അത്ഭുതമാണ് അള്ളാഹു തന്നത്. ഇവിടെയും നമുക്ക് അത്ഭുതങ്ങൾ സാധിക്കാൻ കഴിയണം. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അതിനുവേണ്ടി മുത്ത് റസൂലിനെ ഈ സിറാത്തിൽ രക്ഷപ്പെടാനുള്ള മന്ത്രം പറയുമ്പോ അതിൽ നിന്ന് മുത്ത് റസൂലിനെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എനിക്കൊന്ന് കാണണം. ആ റസൂലുള്ളാഹിനെ മരിക്കാൻ കിടക്കുമ്പോ അലിയാർ ഞങ്ങൾ പൊട്ടിക്കരയുമ്പോ സുഹാബത്ത് വന്ന് ചോദിച്ചു, സുഹാബ അലിയാർ നിങ്ങളെ എന്തിനാ കരയണേ? അപ്പൊ അലിയാർ നിങ്ങൾ വെച്ച് പോരാ, നമുക്ക് ഞാൻ കരയുന്നില്ല, ഞാൻ എന്തിനാ കരയുന്നത്? യാതാ റസൂലുള്ളാഹി അമാമി, റസൂലുള്ള എന്റെ മുന്നിൽ നിൽപ്പുണ്ട്, അത് കണ്ടുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ടാണ് ഞാൻ റസൂലുള്ളാഹിന്റെ കൂടെ പോകാൻ പോകുന്നത്. റൂഹ് വിരിച്ചിട്ട് ആ സന്തോഷത്തോടെ മരിക്കാൻ സമയത്ത് കഴിവ് പറഞ്ഞ് മരിക്കുന്ന സമയം മുത്ത് റസൂലിന്റെ മുഖം കണ്ടുകൊണ്ട് സന്തോഷിച്ച് മരിക്കാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. ആ നിയ്യത്തിൽ ഇനി 1 കോടി സ്വലാത്തിലേക്ക് അംഗമാകുന്ന ആളുകൾ മുത്ത് റസൂലിന്റെ ആ മുഖം കണ്ടുകൊണ്ട് സന്തോഷത്തോടെ മരിച്ചിട്ട് സ്വർഗത്തിന്റെ ഏതെങ്കിലും മൂലയിൽ പോയി കുത്തിയിരിക്കാനല്ല, അല്ലാഹു ആ ഭാഗ്യം തരട്ടെ. സ്വർഗത്തിലേക്ക് കടക്കേണ്ടി വന്നാൽ മുത്ത് റസൂലിന്റെ ചാരത്തിരിക്കാൻ അല്ലാഹുവേ നീ ഭാഗ്യം തരണേ അല്ലാഹ്. 1 കോടി സ്വലാത്തിൽ അംഗമാകാൻ ഇൻഷാ അല്ലാഹ് ഞാൻ തീരുമാനിച്ചു. നിയ്യത്ത് വെച്ചുകൊണ്ട് നിയ്യത്ത് വെക്കാത്തവർക്ക് സംഭാവന പറയാം. സന്തോഷത്തോടെ ഞാൻ ചോദിക്കുന്നില്ല ഒരു സംഖ്യ ആരാ ഇന്നലെ വരെയുള്ള എന്താണ് തുടക്കം? ഇന്നലെ എന്താ 1111 നരകത്തിൽ 1111 ആയിക്കോട്ടെ. എവിടെയാ മോശമല്ലേ? അത് മതി ഇൻഷാ അല്ലാഹ്. പക്ഷെ ഒരാളെങ്കിലും മുത്ത് റസൂലിന്റെ സ്വലാത്ത് പറഞ്ഞ ഈ മദ്രസയിൽ 4444 ഞാൻ ആരൊന്നും പറയുന്നില്ല. ഈ 1115 അത് വരണം. 1, 2, 3 ഒക്കെ സഹോദരിമാർക്കും ഒക്കെ ആവാം. ഇതിനിടയ്ക്ക് സ്വർണ്ണ ഊരി വെച്ചിരിക്കുന്നവരുണ്ടാവും. ഞാൻ ചോദിച്ചില്ല എന്നുള്ള മടിയൊന്നും വേണ്ട. അങ്ങനെയുള്ളവർ അതും കൊടുത്തു വിടുക. നമ്മുടെ അതിഥിയിലേക്ക് എവിടെ പോയാലും കൊണ്ടുവരുന്നവരുണ്ടാവും. ഞാൻ ലാസ്റ്റ് ചോദിക്കും ശവ, അപ്പൊ അതിനും കൊടുത്തു വിടുക. അല്ലാഹു കബൂലാക്കി മാറട്ടെ. 1-2 സന്താന സൗകര്യമായിട്ട് 1100 പെട്ടെന്നാവണേ. 1111 പറയാനും 4444 അത് ആദ്യം 1111 പറയുന്നത്. സന്തോഷത്തോടെ ഒന്ന് കൈവയ്ക്കുക. കരീം സഹോദര അല്ലാഹു കബൂലാക്കി മാറട്ടെ. എന്റെ കൂടെ വണ്ടിയായിട്ട് വന്നു തിരിച്ചോമ്പന്റെ ചോദിക്കുന്നില്ല. അപ്പോ ഏത് സദസ്സിലും സന്തോഷത്തോടെ എന്റെ പ്രിയപ്പെട്ട എന്റെ അസീസിയ, എന്റെ പെണ്ണുമക്കൾ ഈ മുത്താലിമീങ്ങൾ പഠിക്കുന്ന അസീസിയ, ഇന്ന് കൊച്ചുമക്കൾ ഒരുപാട് അവിടെ പ്രസംഗ ലോകത്തുണ്ട്. ഒരുപാട് എന്റെ കൂടെ കണ്ണൂരൊക്കെ വന്ന എന്റെ പ്രസംഗം ആക്കിയാക്കണ്ട, പയ്യന്റെ പ്രസംഗം കേട്ടാൽ മതി. നമുക്ക് ഔട്ടാവും തോന്നറിയാം. ഏതായിരുന്നാലും അള്ള വളർത്തിരട്ടെ. അപ്പൊ ഏതായിരുന്നാലും ആ മക്കളെ വളർത്തെടുക്കുന്ന അസീസിയ ലോകത്ത് എവിടെ നോക്കിയാൽ രസീത് കുത്തിയോ അതല്ലെങ്കിൽ ഒരു പിരിവോ കാണില്ല. എന്റെ സാധുവായ ഒറ്റ പരിശ്രമം കൊണ്ട് നടക്കുന്ന ഇപ്പോ കൈ നിൽക്കാത്ത അവസ്ഥയാ. ദിവസം 2500 ആ മക്കൾക്ക് ഭക്ഷണത്തിന് മാത്രം വേണം. അള്ളാഹു ആ സ്ഥാപനത്തെ ഉയർത്തുമാറാകട്ടെ. അതുകൊണ്ട് ആ മക്കൾക്ക് വേണ്ടി ഞാൻ നെട്ടോട്ടം ഓടുകയാണ്.
പ്രിയമുള്ള സഹോദരങ്ങളെ, ആ അസീസിയയിൽ റമദാൻ വരുമ്പോൾ ഏകദേശം 1.5 ലക്ഷം രൂപ ചിലവാ റമദാൻ മാസം. അതുപോലെ റബീഉൽ അവ്വൽ വരുമ്പോൾ വിഷമിച്ച് നിൽക്കുന്ന ഘട്ടത്തിൽ തങ്ങളെ ഞാനുണ്ടെന്ന് പറഞ്ഞ് ഓടി വന്ന് ഒഞ്ചാക്ക് അരിയായാലും അതല്ലെങ്കിൽ എല്ലാ മാസവും വന്ന് ആർക്കപ്പോൾ ആൾക്കാരൊക്കെ അരി തരുന്നുണ്ട് എങ്കിലും വന്നിട്ട് ഒന്ന് ചോദിക്കും നിങ്ങളെ അരി കറക്റ്റ് ഉണ്ടോ വാങ്ങട്ടെയോ എന്നൊക്കെ ചോദിക്കാൻ മനസ്സിലാകുന്ന ആ സഹോദരൻ 2 പൊന്നുമക്കൾ അള്ളാഹുവോട് അനുഗ്രഹിക്കണേ. പടച്ചോനെ, ഒരു പൊന്നുമോള് കോഴിക്കോട്ടും നാട്ടിലുമുണ്ട്. അള്ളാഹു അവരെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സഹോദരൻ അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ആരാ അവളെ സന്തോഷത്തോടെ 2 സഹോദരി ഇത് സ്പീഡ് മയ്യം 2 സഹോദരിമാർ 1711. ഇനി ആരാ പെട്ടെന്നാവട്ടെ, വിഷമാടേക്ക് വേണം. എല്ലാം തപ്പി നോക്കിയാണ് പൈസ പിന്നെ കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോഴേ പേര് പറഞ്ഞേക്കും, പിന്നെ കൊടുത്തോണ്ടൊരു മടിയുണ്ടെന്ന് തോന്നുന്നുണ്ട്. ദുആക്കൊരു മടിയും വേണ്ട. അള്ളാന്റെ റസൂലിന്റെ സ്വലാത്ത് പറഞ്ഞ അവസാനം പൊട്ടിക്കഴിഞ്ഞ് ദുആ ചെയ്യുമ്പോ ഹൗസ് അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഇനി ആരാവട്ടെ, പെട്ടെന്നാവട്ടെ, പെട്ടെന്ന് അലിസ്റ്റിന് കൊണ്ടുവരും. ആരാ? നിസാ ടി പി ഹൗസ് 4044. അള്ളാഹു കബൂലാക്കട്ടെ. മുഹമ്മദ് എന്ന പേരിനെ അന്വർത്ഥമാക്കുന്ന സംഖ്യയുടെ എണ്ണമായ 4444 എന്ന ബറക്കത്ത് ലഭിച്ചുകൊണ്ട് ആരംഭ റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞ പുണ്യമാണ് മദ്രസയുടെ നിന്റെ കുടുംബത്തിൽ വേണമെന്നോ ചിന്തിച്ചുകൊണ്ട് സന്തോഷത്തോടെ പറഞ്ഞു പോയ സഹോദരിയാ, അല്ലാഹുവേ ബറക്കത്ത് ചെയ്യണേ അല്ലാ, ഇജ്ജത്തിലാക്കണേ അല്ലാ. ആ കുടുംബത്തിന്റെ എല്ലാ പോരായ്മകളും വിഷമങ്ങളും രോഗങ്ങളും പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും ദോഷങ്ങളും എല്ലാം മാറ്റിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ആ കുടുംബത്തെ ഉന്നതമാക്കണേ അല്ലാ, ബറക്കത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ അല്ലാഹുവിന്റെ റസൂലിനെ കാണാ പടച്ചവനെ ആ പുണ്യമോ പുണ്യഭാഗ്യം കൊടുക്കണേ അല്ലാ. ബിഹഖ് സയ്യിദിനാ മുഹമ്മദ്. 4000 പെട്ടെന്നാവട്ടെ. അള്ളാഹു കബൂലാക്കട്ടെ എല്ലാവരെയും. ഇനി അറിയണോ 4444 ഒന്നും കൂടെ പറയാനാരോ പുരുഷന്മാരുടെ ഭാഷ സ്ത്രീയല്ലേ അല്ലേ? ആ പുരുഷന്മാർ ഈസ. അള്ളാഹു കബൂലാക്കട്ടെ. ഈസാ നബിയുടെ പേര് അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. പടച്ചവനെ അല്ലാഹുവേ അല്ലാഹുവേ ആ സഹോദരൻ അനുഗ്രഹിക്കണേ പടച്ചവനെ. 4444 എന്തിന്റെ പേരിലായിരുന്നാലും മുത്തുനബിയെ സ്നേഹിച്ചുകൊണ്ട് ആ സഹോദരന്റെ മനസ്സില് സ്വപ്നം കണ്ടുപോയ ആഗ്രഹമെന്താ, കരുതിപ്പോയ ചിന്തിച്ചുപോയ മോഹമെന്താ, അല്ലാഹുവേ പൂണിയിച്ചു കൊടുക്കണേ അല്ലാ, ഹാസിലാക്കി കൊടുക്കണേ അല്ലാ, ഇജ്ജത്തിലാക്കണേ അല്ലാ, ഹിമ്മത്തിലാക്കണേ അല്ലാ. ആ സഹോദരൻ വളർത്തണേ അല്ലാ, ഉയർത്തണേ അല്ലാ. അല്ലാഹുവേ സാമ്പത്തികമായ ഐശ്വര്യങ്ങളെ തുറന്നു കൊടുക്കണേ അല്ലാ, സാമ്പത്തികമായ ഉറവിടങ്ങളുടെ വാതായനങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാ. ഞാൻ ഇന്നലെ വരെയും ഏതെല്ലാം മദ്രസിലാ അല്ലാഹുവേ 10,000 ലക്ഷക്കണക്കിന് രൂപകൾ വരെ അല്ലാഹുവേ 1,35,000 രൂപ ഒറ്റയ്ക്ക് പറഞ്ഞുപോയ സുമയ്യെന്ന സഹോദരിയെ അല്ലാഹുവേ എന്റെ മുന്നിലേക്കോ സ്വർണത്തിന്റെ ഒരു കൂമ്പാരം ഓരോരു കൊട്ടകലത്തിൽ സ്വർണം വന്നുപോയ കണ്ണൂർ ജില്ലയിലെ താഴ്ചേരിയിലെ ഉമ്മമാരെ പോലെ അല്ലാഹുവേ സ്വർണം നിന്നവരെ മറക്കാൻ കഴിയില്ല. ഞാൻ ചോദിച്ചപ്പോ സന്തോഷത്തോടെ തീർച്ചവരെ മറക്കാൻ കഴിയില്ല. ഇന്നലെ വരെ ആരെല്ലാം ഏതെല്ലാം മദ്രസകൾ പറഞ്ഞുവോ സംഭാവനകളെ ചെറുത്തുവോ അവരെ ഞാൻ ഈ മദ്രസിലും പൊട്ടിക്കറിയുമ്പോ ഈ ദുആയിലും ഉൾപ്പെടുത്തണേ അല്ലാ. ഈ മദ്രസിനെ ധന്യമാക്കിക്കൊണ്ടാരെല്ലാം പറഞ്ഞുപോയോ അല്ലാഹുവേ നാളെ മുതൽ ഞങ്ങൾ കടന്നു പോകുമ്പോ എല്ലാ മദ്രസിലും ഞങ്ങൾ പൊട്ടിക്കറിഞ്ഞ് ദുആ ചെയ്യുമ്പോ ഈ സഹോദരങ്ങളെയും ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ മറന്നുപോയാലും നീ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാ ഒരു ജീവിതത്തില ഒരു വിഷമം കൊടുക്കല്ല അല്ലാ, പണത്തം കൊടുക്കല്ല അല്ലാ. ശാന്തിയുടെ സമാധാനത്തിന്റെ സുന്ദരമായ ജീവിതാനുഭവങ്ങളെ നൽകണേ അല്ലാ. അല്ലാഹുവേ ഈ മദ്രസിലേക്ക് കടന്നു വരുമ്പോ കുഞ്ഞുങ്ങളില്ലാതെ വലകൾ ശ്രമിക്കുന്ന സഹോദരങ്ങൾ എത്രയാ, എവിടെ പോയാലും കുറെ ആളുകളുണ്ടല്ലോ. അല്ലാഹുവേ അവർക്കെല്ലാം സ്വാലിഹായ സന്താനങ്ങൾ അടുത്ത
ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ ബറക്കത്ത് കൊണ്ട് നൽകണേ അല്ലാഹ്, നൽകണേ അല്ലാഹ്, നൽകണേ അല്ലാഹ്, നൽകണേ അല്ലാഹ്. ഞങ്ങൾക്കും അവർക്കുമില്ല സന്താനങ്ങൾ നൽകണേ അല്ലാഹ്, സ്വാലിഹായ സന്താനങ്ങൾ നൽകണേ അല്ലാഹ്. മുഹമ്മദ് അർഷാന ബുർഹാന 4444 രണ്ടുപേരും ഒരാളാണ്. രണ്ട് മക്കളെ പേരിലാണല്ലോ. നാലായിരത്തി 444 ഇനിയും പറഞ്ഞ സഹോദരങ്ങൾ അല്ലാഹുവേ, ഈ അർശാന ബുർഹാന എന്ന കുടുംബത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാം ചോദിക്കുമ്പോ വാരിക്കോരി തരുന്ന സഹോദരങ്ങൾ എത്രയാ, ഞങ്ങളെ ശുചിയാക്കി തരുന്നവർ എത്രയാ, ഞങ്ങളോരോ മദ്രസിലും പാപത്ത് വിളിക്കുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കണ്ണീരൊലിപ്പിച്ച് സംഭാവന നൽകുന്നവരെത്രയാ അല്ലാഹുവേ. അവരുടെ ജീവിതത്തിൽ പടച്ചവര് സമ്പത്തിന് വേണ്ടിയോ സ്വർണ്ണത്തിന് വേണ്ടിയോ അല്ലാഹുവേ ബുദ്ധിമുട്ടേണ്ട ഗതികേട് വരിച്ചല്ലേ അല്ലാഹ്, മരണം വരെ കൊടുക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ ആവശ്യം വരുമ്പോഴല്ല എല്ലാ മാർഗങ്ങളും തുറന്നു കൊടുക്കലേ അല്ലാഹ്. ദീനിന്റെ മാർഗത്തിൽ ഞങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ആരംഭ റസൂലുള്ളാഹി വലാദികളിൽ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുമ്പോ അതിലെനിക്ക് കുട്ടികൾ ഉണ്ടാകുമെന്ന ആഗ്രഹം സാധിക്കുമല്ലോ എന്ന പ്രതീക്ഷയോടെ അർപ്പിക്കുന്ന സഹോദരങ്ങൾ എത്രയാ അല്ലാഹുവേ. അവിടെ പ്രതീക്ഷകൾക്ക് ഉത്തരം കൊടുക്കണേ അല്ലാഹ്. പടച്ചവരെ മുത്തറസൂലിന്റെ നവർ കൊടുക്കണേ അല്ലാഹ്. നസർ കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. സുന്ദരന്മാരാക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും സുന്ദരന്മാരും സുന്ദരന്മാരുമായി അല്ലാഹുവേ വാഴാനും ജീവിക്കാനുമുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. രണ്ട് ജീവിതവും ഖൈറിലും ബറക്കത്തിലുമാക്കണേ അല്ലാഹ്. എന്റെ മക്കൾ ജീവിക്കുന്ന ജീവിതമാക്കണേ അല്ലാഹ്. സയ്യിദുനാ മുഹമ്മദ്. സജില പേരിപ്പിക്കല്ലേ, സജിന 1111 പറയാലോ. നമ്മുടെ നാട്ടിലെ തക്ലീഫിലും സഹോദര ഒരു മാസമായ ദുരൂഹ സാഹചര്യത്തിൽ ഗൾഫിൽ വെച്ച ആക്രമണത്തിനിരയായി മരണപ്പെട്ടു. ആ മയ്യത്ത് എത്രയും പെട്ടെന്ന് നിയമ നടപടികൾ പൂർത്തിയാക്കി അടക്കം ചെയ്യുന്നതിന് അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ആ സഹോദരൻ മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കുമാറാകട്ടെ. എത്രയും പെട്ടെന്ന് അല്ലാഹു ദഹദിയിലേക്ക് കടന്നു ചെല്ലാനും സന്തോഷിക്കാനും ഭാഗ്യപ്പെടുത്താൻ ഗ്രഹിക്കുമാറാകട്ടെ. മർത്തറിയിലാണുള്ളത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു കബൂലാക്കും. നമ്മുടെ നാട്ടിലെ ദീനീ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സഹായത്താൽ നൽകിയിരുന്ന അറഫ ഗോൾഡിന്റെ സ്ഥാപനങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ദുആ ചെയ്യുക. അഭിവൃദ്ധി കൊടുക്കട്ടെ. അവസാനം ശാലവത്തെ ദുആ ചെയ്യാൻ റഹ്മാനി അവസ്ഥയുടെ പേരിൽ പ്രത്യേകിച്ച് മരണ വീടുകളിൽ സൗജന്യ സേവനത്തിന് 50 കസേര, 12 മേശ, ടാർപ്പകൾ ഇവ ജാതി മതഭേദമന്യേ അല്ലേ ഏത് വീട്ടിൽ ആരും മരിച്ചാലും 2 ദിവസത്തേക്ക് ഫ്രീ ആണ്. ആളെ വിട്ടെത്തിക്കണമല്ലോ, നിങ്ങൾ കൊണ്ടുപോകും നമ്മളെ കൊണ്ടെത്തിക്കും. പറ്റുന്നതാണെങ്കിൽ അങ്ങനെ എല്ലാ സൗകര്യം പോലെ അല്ലേ. ഇൻഷാ അല്ലാഹ് അല്ലാഹു കബൂലാക്കട്ടെ. റഹ്മാനി അവസരത്തിൽ നമ്മുടെ ഒരു സഹോദരിക്ക് വൃക്ക മാറ്റിവെക്കാത്ത ചികിത്സാ സഹായത്തിന് സംഭാവന ചെയ്ത മുഴുവൻ പേർക്കും പ്രത്യേകം ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. മഞ്ഞപ്പാറ ടൗൺ മസ്ജിദിന്റെ നിർമ്മാണത്തിനായി ആത്മാർത്ഥമായി സഹായ സേവനങ്ങൾ ചെയ്തവരും ഈ മതപ്രഭാഷണത്തിൽ സ്ഥല സൗകര്യം ചെയ്തു വന്നവർക്കും വേണ്ടി ദുആ ചെയ്യണം. ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും മുൻ പ്രാസംഗികർക്കും വേണ്ടി മഞ്ഞപ്പാറ ടൗൺ മസ്ജിദിന്റെ നിർമ്മാണത്തിന് വേണ്ടി മരണപ്പെട്ട 2 സഹോദരങ്ങളുടെ മരണചടങ്ങുകൾ നേർച്ചകൾ ഒഴിവാക്കുകയും മരണപ്പെട്ട ഒരു സഹോദരന്റെ 1-ാം ആണ്ടിന്റെ നേർച്ചയുടെ ചിലവും പൂർണ്ണമായും പള്ളി നിർമ്മാണ ചിലവിനായി ഏൽപ്പിച്ച കുടുംബത്തിന് വേണ്ടി പ്രത്യേകം ചെയ്യുക. അല്ലാഹു കബൂലാക്കട്ടെ. ഇന്ന് നടക്കുന്ന ദുആ മജ്ലിസിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും ഉജീന നൽകുന്ന 2 സഹോദരന്മാരുടെ പ്രത്യേക നിയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. മഞ്ഞപ്പാറ ടൗൺ മസ്ജിദ് നിർമ്മാണത്തിന് സ്വർണ്ണം നൽകി ഹജ്ജ് ഉമ്മ മരണപ്പെട്ടു പോയി. അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ട് അവർക്കൊക്കെ പകരം സ്വർണ്ണം അത് നൽകിയെന്ന് മരണപ്പെടാൻ കഴിഞ്ഞത് ഭാഗ്യമാണ്. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു കബൂലാക്കട്ടെ. പേര് പറയാൻ ഇഷ്ടമുള്ള 1911 കാലത്തിൽ നിൽക്കുന്നതിനും മടക്കുന്നതിനും വേണ്ടി ഉമ്മ 550 501 ഒന്നിനൊന്നും വിലയില്ലേ ഈ കാലത്ത്. മരുമകന്റെ ശരീരസൂതിന് വേണ്ടി ദുആ ചെയ്യാൻ മാമി 500 രൂപ. ഇങ്ങനത്തെ അമ്മേനെ കൊണ്ടവിടെ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. ഇനി ആരാണ് 4044 പറയാൻ കഴിയുന്നുണ്ടോ? സന്തോഷത്തോടെ സഹോദരിമാരെ ഭാഗത്ത് നിന്ന് ആരും പറഞ്ഞില്ല അല്ലേ? ആദ്യം പറഞ്ഞില്ലേ?
നിസാൻ ആദ്യം പറഞ്ഞു സാധാരണ പറഞ്ഞു എല്ലാത്ത കാര്യമില്ല അള്ളാഹു കബൂലാക്കട്ടെ. നല്ല രസമാകട്ടെ. അള്ളാഹു കബൂലാക്കട്ടെ. ഏതായിരുന്നാലും ഇൻഷാ അള്ളാഹ് ഇവരുടെ പ്രവർത്തനങ്ങളെല്ലാം ഉഷാറായി നടക്കുന്നുണ്ട്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. കാഴ്ചയുടെ കാര്യം വന്നപ്പോൾ ഓർമ്മ വന്നത് ഞാൻ പറയാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മദീനത്തിന്റെ പള്ളിയിൽ നിന്ന് ഞാൻ ആദ്യം പറഞ്ഞ ചരിത്രം ഓർമ്മ ഉണ്ടോ? സംഭവം എന്താ താത്തമാരെന്ന് പറഞ്ഞേ നടുവിൽ തേങ്ങാടി സംഭവം ആലോചിച്ചിരിക്കുന്നത് അതല്ല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹിനെ കാണാനും തള്ളകളിൽ ചുംബിച്ച സംഭവം ഓർക്കുന്നില്ലേ? ആദ്യം പറഞ്ഞത് ഈ സംഭവം സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തിട്ട് റസൂലുള്ള 2 ഓഫറുകൾ പറഞ്ഞു. സ്വഹാബത്തെ, ഇന്നു മുതൽ ഖിയാമത്ത് നാളോളം ഏത് പള്ളി മിനാരങ്ങളിൽ നിന്നും ബാങ്കുലി മുഴങ്ങുമ്പോ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് വിളിച്ചു പറയുമ്പോ നമ്മുടെ പിതാവ് മുത്തുനബിയെ സ്നേഹിച്ചുകൊണ്ട് ആദ്യം മാതൃക കാണിക്കുന്ന അതേ പ്രവൃത്തി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ആദ്യം പറയുമ്പോ സല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ റസൂലുള്ളാഹ് എന്നും, രണ്ടാമത് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് പറയുമ്പോ ഖുറത ഐനി ബിക യാ റസൂലുള്ളാഹ് എന്നും പറഞ്ഞ് അല്ലാഹുമ്മ മസ്ഇനി ബിസ്സംഇ വൽ ബസർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ 2 തള്ളവിരലിന്റെ നഖക്കെട്ടുകൾ ആദം നബി അലൈഹി ചുംബിച്ച പോലെ 2 ചുണ്ടുകളിലേക്കൊന്ന് ചുംബിച്ചിട്ട് അവന്റെ 2 കണ്ണുകളിലേക്കൊന്ന് തടകാൻ ആരെങ്കിലും മനസ്സ് കാണിച്ചു പോയാൽ ഖിയാമത്ത് നാൾ വരെ അങ്ങനെ ആരെങ്കിലും ചെയ്തു പോയാൽ അവന് കാഴ്ചയുടെ കുറവ് വരില്ല. കാഴ്ച കുറഞ്ഞവന് കാഴ്ച കിട്ടും. സുഹാബ, രണ്ടാമത്തെ ഓഫർ റസൂലുള്ള പറയുന്നു, അങ്ങനെ പതിവാക്കാം. മഞ്ഞപ്പാറയിലെ ഉമ്മമാര് തയ്യാറുണ്ടോ? സിറാത്ത് എന്ന പാലത്തിൽ പറയുമ്പോ അള്ളാന്റെ റസൂലിന്റെ സ്വലാത്തുകളെല്ലാം പതിവാക്കിയ ആ ഉമ്മയുടെ കൈവരിച്ചുകൊണ്ട് ജിബ്രീൽ എന്ന മാലാഖ സ്വർഗത്തിലേക്ക് കടത്തിവിടുമെന്നോ ആരംഭ കേട്ടോ. അപ്പൊ അതിനെ 2 ഓഫർ ഇതിനെ ഉസ്താദ് സമാനായ ഇനി ആരെങ്കിലും ഉണ്ടോ? അപ്പൊ ഇവരുടെ നല്ല ഇനി ഇൻഷാ അല്ലാഹ് അടുത്തതിനെ പറ്റെങ്കിൽ ഒരു കല്യാണം നടത്താൻ കഴിയുന്നു അല്ലേ? ഒരു സഹോദരി കൂടെ. അതിനു വേണ്ടി ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലത്തേക്ക് ഞാൻ കൊടുത്തേക്കാൻ സന്തോഷത്തോടെ ഒരു സ്വർണം തരാൻ ഏത് സഹോദരി അവിടെയുണ്ട്. നാളെ മുതലുള്ള മജ്‌ലിസിൽ എവിടെയും പള്ളിക്ക് വേണ്ടി ഒരു ഹജ്ജുമാന പറയുമ്പോ നാളെ സ്വർഗത്തിന്റെ സ്ത്രീകളുടെ നേതാവാകുമ്പോ ആ കരങ്ങളെ വിളിച്ച് ചുംബിച്ചുകൊണ്ട് പൊന്നുമ്മ ബീവി ഫാത്തിമ അള്ളാന്റെ റസൂലിന്റെ അവിടുത്തെ പൊന്നാര പ്രിയപ്പെട്ട ഉപ്പാന്റെ ചരിത്രം പറയുമ്പോ ആ പൊന്നുപ്പാന്റെ മുഖമൊന്നു കാണാ കൊതിച്ചുകൊണ്ട് അതേ സ്വർഗത്തിലേക്ക് കടന്നു വരുമ്പോ ബീവി ഫാത്തിമ അവിടത്തേക്ക് കൈകളൊന്ന് ചുംബിക്കാം. ഭാഗ്യം കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്വർണം കൊടുത്തവളാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ബീവി ഫാത്തിമ കൈവിളിച്ച് ചുംബിക്കാം. അല്ലാഹുവേ, ആ ഹജ്ജുമാക്ക് ഇവിടെ പറയുന്ന സഹോദരിക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹുവേ. സ്വർഗത്തിന്റെ സ്വർണ്ണാഭരണങ്ങളോ കൈ നിറയെ കൈക്ക് നിറയെ ശരീരവാസുകളോ അല്ലാഹുവേ സർവാഭരണം ദോഷിതരായിക്കൊണ്ട് ഫാത്തിമ ബീവിയുടെ കരങ്ങളിൽ നിന്നും സ്വർണ്ണാഭരണം വാങ്ങി കളിയാ അല്ലാഹുവേ. അവർക്കെല്ലാം ഭാഗ്യം കൊടുക്കണേ പഠിച്ചവരെ മരണപ്പെട്ടുപോയ ഹജ്ജുമ്മ എത്ര ഭാഗ്യവതിയാ അല്ലാഹുവേ. പള്ളിക്ക് വേണ്ടി കൊടുത്തുപോയ സഹോദരിയല്ലേ അല്ലാഹുവേ. ഉത്തരസൂറിന്റെ മദ്രസയിലോ ഞങ്ങളെല്ലാം ആവത്തിൽ നിലവിളിച്ചുകൊണ്ട് ചെയ്യുമ്പോ എന്തോ ഒരു ഭാഗ്യവതിയാ പഠിച്ചവരെ. ആരംഭ റസൂലുള്ളാഹിന്റെ നബിയുടെ സുറുമില്ല ആ കബറിടത്തിലേക്ക് തുറന്നു കൊടുക്കലേ തുറന്നു കൊടുക്കലേ ഒരാളെങ്കിലും അറിയുന്നുണ്ടോ? ഫാറൂഖ് 313 സഹോദരിമാരെ ഭാഗത്ത് ഒരാളെങ്കിലും ഒരു ചെറിയ മഞ്ചാടിയെങ്കിലും തന്നെ അവിടെ നിന്ന് പഠിച്ചുവിട്ടില്ല. വളരെ സന്തോഷം. നാളെ വന്ന സഹോദരി നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ദുആണ്ടോ? പ്രത്യേകിച്ച് ഉണ്ടെന്ന് ആരെ അവിടെ സന്തോഷം. ബാക്കിൽ സഹോദരി അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു കബൂലാക്കട്ടെ. തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുതഹൈമി മൗലായ
دائما أبدا على حبيبك خير الخلق كلهم അല്ലാഹുവേ അല്ലാഹുവേ പെരുമഴ പോലെ പ്രശ്നങ്ങളെല്ലാം കുമുകളെ കുനിഞ്ഞു കൂടുമ്പോ അല്ലാഹുവേ പ്രശ്നങ്ങളെല്ലാം കൊണ്ടുകൂടുമ്പോ പ്രതിസന്ധികളും തടസ്സങ്ങളും വിഷമങ്ങളും കൊണ്ടുകൂടുമ്പോ അവിടെ ഞങ്ങൾ കാശയും പ്രതീക്ഷയും മുത്തറസൂലേ അവിടമ്മ മുത്തറസൂലേ അവിടമ്മ സന്തോഷത്തോടെ പറഞ്ഞു പോയ പ്രിയപ്പെട്ട എന്റെ സഹോദരി അല്ലാഹു അവിടുത്തെ നീ അനുഗ്രഹിക്കറിയതേ അല്ലാഹുവേ ആ പൊന്നിന്റെ പകരോ ആ കുടുംബത്തിലൊരു ബുദ്ധിമുട്ടും വരുത്തില്ലേ അല്ലാ ഏതെങ്കിലും മാറാരോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ അല്ലാഹുവേ മലയോളം കടമോ ആ കുടുംബത്തിൽ നീ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ തടുക്കരേ അല്ലാ തടയണേ അല്ലാ സ്വർഗത്തിലെ പകരമാക്കരേ അല്ലാ സ്വർണ്ണങ്ങളെ വരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാർ കഴിഞ്ഞ വർഷത്തിൽ കടന്നു പോകുമ്പോ അസീതിയാക്ക് വേണ്ടി സ്വർണം കൊടുത്തവരുണ്ടോ അല്ലാഹുവേ അവർക്ക് നീ സഹോദരിക്കുമല്ലോ റസൂലിന്റെ അവരുടെ ദോഷമോ അതിവരോടും ചോടിക്കൊടുക്കാനുള്ള ഭാഗ്യം കൊടുക്കലേ അല്ല ഭാഗ്യം കൊടുക്കലേ അല്ല മുഹമ്മദ്. ശരീരം താഴ്ന്നു കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി പിതാവ് ദുആ ചെയ്യണം 500 രൂപ. അല്ലാഹു ആ സഹോദരിയുടെ അല്ലേ സഹോദരിയാണോ ആരാവട്ടെ XY അല്ലേ പിതാവാണ് പെങ്ങളാണ് മകൾക്ക് വേണ്ടിയാണ് ആ മകളൊന്നും ഉണ്ടല്ല ശരിയാണ്. അല്ലാഹു ആ മകളുടെ താഴ്ച മാറ്റിക്കൊടുക്കുമാറാകട്ടെ. സന്തോഷത്തോടെ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ഇനിയൊരു ഭാവി നാട്ടിലുണ്ടെങ്കിൽ വന്നിരുന്ന് കേൾക്കാനുള്ള ഭാഗ്യം കൊടുക്കട്ടെ. അല്ലാഹു ഭാഗ്യം കൊടുക്കട്ടെ. ഇനി ആരാവുള്ളൂ സ്വർണത്തിന് ആരാ സഹോദരി ദോഷം കൈകളിൽ മോദമൊക്കെ വായിച്ചു വരുന്ന വീട്ടിലുള്ള മറ്റാരും കിട്ടും. അടുത്ത സഹോദരി അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഏലിമിന്റെ മദരസിലെ മുത്ത് റസൂലുള്ളാഹിനെ സ്നേഹിച്ചുകൊണ്ട് ആരംഭ റസൂലുള്ളാഹിന്റെ മുത്തമൊന്നു കിട്ടാ അല്ലാഹുവേ മുത്ത് റസൂലിനെ ഒന്ന് കാണാ അല്ലാഹുവേ മരിക്കാതെ ഇറച്ച മുത്ത് റസൂലിന്റെ പുഞ്ചിരിക്കുന്ന മുഖമൊന്ന് കണ്ട് മരിക്കാ അല്ലാഹു ആഗ്രഹിച്ചുകൊണ്ട് സ്വർണ്ണമൂല്യവരാ അവിടുത്തെ ഭാഗ്യം കൊടുക്കലേ അല്ലാ ആ കുടുംബത്തിലുള്ള കൊച്ചുമക്കൾക്കായാലും ആർക്കായാലും അല്ലാഹുവേ എത്രയോ കുഞ്ഞുമക്കളോ സ്കൂളിൽ പഠിക്കുന്നവോ വണ്ടി കയറി ചേർന്ന് മരിക്കുന്നവോ അല്ലാഹുവേ എത്ര അനുഭവങ്ങളാ മരണങ്ങളോ ഓരോ സദസ്സിൽ പോയാലും കുഞ്ഞുമക്കളുടെ വാർത്ത പറയാതെ മതിലുകളില്ല. കരുനാഗപ്പള്ളിയിൽ 4 or 5 മക്കളാ മരിച്ചുപോയതോ അല്ലാഹുവേ കണ്ണൂർ ചെല്ലുമ്പോഴും +2 പഠിക്കുന്ന കുഞ്ഞുമോനാ വാഹനാപകടത്തിൽ മരിച്ചുപോയതോ അല്ലാഹുവേ 22 വയസ്സുള്ള ചെറുപ്പക്കാരനാ രാവിലെ തലയിലേക്ക് വീണ് മരിച്ചുപോയത് അല്ലാഹു ഈ സ്വർണ്ണം തന്ന സഹോദരിമാ 4444 അമ്മ അവരുടെ കുടുംബത്തിലുള്ള കുഞ്ഞുമക്കൾക്ക് അപകടം കൊടുക്കല്ലേ അല്ല അപകടം കൊടുക്കല്ലേ അല്ല പറച്ച മുത്തി പറച്ചവരെ കണ്ണിന് ആനന്ദം നൽകുന്നതിന് മുമ്പ് അവരാകാലത്തിൽ പൊലിപ്പിച്ചു കളയല്ലേ അല്ല ദീർഘായുസ് കൊടുക്കലേ അല്ല ആരോഗ്യങ്ങളത്തെ ആ കുടുംബത്തിന് ഈ സംരക്ഷണം നൽകരേ അല്ലോ. ഒരു സഹോദരിമാരോട്